ഹായ് ഹലോ. എത്ര മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും ഒരു ഐസ്ക്രീമോ ഫ്രൂട്ട് സാലഡോ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതായിട്ട് ആരാളല്ലേ. എത്ര തണുത്ത ഐസ്ക്രീം ആയാലും ഫ്രൂട്ട് സാലഡ് ആയാലും കഴിക്കാനായിട്ട് എനിക്കിഷ്ടാട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് സാലഡാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റ് പാലാണ് എടുത്തേക്കുന്നത്. ഈ പാല് നമുക്ക് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനകത്തുനിന്ന് കുറച്ച് പാല് മാത്രം, ഒരു 1/4 ഗ്ലാസ് പാലെങ്കിലും മതി. അത്രയും പാല് മാത്രം നമുക്ക് എടുത്ത് മാറ്റി ആദ്യം വെക്കണം. എന്നിട്ട് നമുക്ക് ഈ പാല് സോസ് പാനിൽ ഒഴിച്ച പാല് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കി ഒരു 1/4 ഗ്ലാസ് പാല് നമ്മൾ എടുത്ത് വെച്ചില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ കട്ടയില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചേക്കുന്നത് വാനില ഫ്ലേവറാണ് വാങ്ങിച്ചേക്കുന്നത്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ വാനില ഫ്ലേവർ തന്നെ വാങ്ങിക്കാനായിട്ട് നോക്കുക, അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. എന്നിട്ട് നമ്മൾ ആ ചൂടായ പാലിലേക്ക് കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാല് വേഗം കട്ടയായി പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളത് ഇളക്കിക്കൊണ്ടും കൂടെ ഇരിക്കണം. ഇനി നമ്മൾ അതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കാൻ പോകുന്നത്. ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ. നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. ഇതൊരു മീഡിയം ലെവൽ മധുരമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അത് ഫ്ലെയിമിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഇതൊന്ന് കുറുക്കിയെടുക്കണം. എന്നിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മളപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആ പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടുകൊണ്ട് അത് പിന്നെയും കട്ടയായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നിട്ട് അത് ഞാനത് മാറ്റി വെച്ചു. എന്നിട്ട് അത് തണുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെ ഫ്രൂട്ട്സാണ് നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് ആപ്പിളാണ് ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ മാതളവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മാങ്ങ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പാത്രം നിറഞ്ഞു കേട്ടോ. ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക്, ഇത് മിക്സ് ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത്, അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൽ വെച്ചിട്ടാണ് എല്ലാത്തിലും മിക്സ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കഴിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാം, ഇങ്ങനെ കഴിക്കാനും കുഴപ്പമില്ല. പക്ഷേ തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും ഇത്രയും കൂടെ ടേസ്റ്റ്. പിന്നെ ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.